ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ജീവൻ. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയേക്കാം, അപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് നേരെ കണ്ടന്റിലേക്ക് പോകേണ്ടവർക്ക് പോകാം. നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി. അത് മറ്റൊന്നും കൊണ്ടല്ല, അവിചാരിതമായിട്ട് ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് പുതിയതായി വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഒരു കോവിഡ് കാലത്ത് വെറുതെ തുടങ്ങി വെച്ചൊരു ചാനലല്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിയാൽ വീഡിയോസ് എല്ലാം അവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേപോലെ ഇനി അങ്ങോട്ടും വീഡിയോസ് ഉണ്ടാകുന്നതാണ്. തുടർന്ന് അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്നത്തെ വീഡിയോ ബാക്ക് ഏക്ക് അല്ലെങ്കിൽ പുറംവേദന അതെങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചാണ്. ഒരുപാട് നേരം കമ്പ്യൂട്ടർ ജോബ് ചെയ്യുന്നവർ, അതേപോലെ വീട്ടു ജോലി ഒരുപാട് ചെയ്യുന്നവർ, അതേപോലെ ഗാർഡനിങ് പോലുള്ള മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നവർ, പിന്നെ യാത്ര ഒരുപാട് ചെയ്യുന്നവർ, പിന്നെ ആർത്രൈറ്റിസ് മൂലം അതല്ലെങ്കിൽ സ്ട്രെസ് മൂലവും നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ബാക്ക് പെയിൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ബാക്ക് പെയിൻ മാറ്റാം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന 4 മുദ്രകൾ ഇതൊന്ന് ചെയ്തു നോക്കൂ. നിങ്ങളുടെ ബാക്ക് പെയിൻ അപ്രത്യക്ഷമാകുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൽ ആദ്യത്തെ മുദ്ര മെരുദണ്ഡ മുദ്ര. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ റൈറ്റ് ഹാൻഡ്, വലത് കൈയിൽ ഈ 3 വിരലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുക. തള്ളവിരൽ, നടുവിരൽ, ചെറിയ വിരൽ. അതേപോലെ ഇടത്തെ കൈയിൽ ഈ ജോയിന്റിന്റെ മുകളിലായിട്ട് ഈ രീതിയിൽ വരത്തക്ക വേണം കൈവെക്കുക. ചൂണ്ടുവിരലിന്റെ മുകളിൽ തള്ളവിരലിന്റെ ജോയിന്റ് വരത്തക്ക രീതിയിൽ ഇടത്തെ കൈയിൽ അങ്ങനെ വെക്കുക. ഇത് ചെയ്യേണ്ടത് 45 മിനിറ്റ് ആണ്. 15 മിനിറ്റ് രാവിലെ, 15 മിനിറ്റ് ഉച്ചയ്ക്ക്, 15 മിനിറ്റ് രാത്രികൾ. ആദ്യത്തെ മുദ്ര. രണ്ടാമത്തേത്, നമ്മൾ കൈ തമ്മിൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ജോയിൻ ചെയ്യുക. എന്നിട്ട് തള്ളവിരൽ കൊണ്ട് താഴേക്ക് ചെറുതായി പ്രഷർ കൊടുക്കുക. ഇത് സഹജ ശംഖമുദ്രയാണ്. നമ്മൾ ചെറുതായിട്ട് പ്രഷർ താഴേക്ക് തള്ളവിരൽ കൊണ്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ചെയ്യേണ്ടത് 15 മിനിറ്റ് ആണ്. ഇതാണ് രണ്ടാമത്തെ മുദ്ര. മൂന്നാമത് ചെയ്യേണ്ടത് വായുസുരഭി മുദ്രയാണ്. അത് ആദ്യം ഈ 4 വിരലെടുക്കുക, തമ്മിൽ ഓപ്പോസിറ്റായിട്ട് ഇതേപോലെ ജോയിൻ ചെയ്യുക. എന്നിട്ട് തള്ളവിരൽ കൊണ്ട് താഴെ, ചൂണ്ടുവിരലിന്റെ താഴെ ഇങ്ങനെ ടച്ച് ചെയ്യണം. ഏകദേശം ഇങ്ങനെ വരും. ഇതാണ് വായുസുരഭി മുദ്ര. ഏകദേശം ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. അടുത്തതായി നമ്മുടെ അവസാനത്തെ മുദ്ര പ്രാണമുദ്രയാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇത് ഇതിന്റെ എല്ലാ മുദ്രയുടെയും കൂട്ടത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത് പ്രാണമുദ്ര വെച്ചാണ് 45 മിനിറ്റ് വെച്ചാണ് ഓരോ മുദ്രയും ചെയ്യേണ്ടത്. നമ്മൾ ആരോഗ്യത്തിന് സമയം കണ്ടെത്തിയില്ലെങ്കിൽ മറ്റൊന്നിനും സമയം കണ്ടെത്തിയിട്ട് കാര്യമില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇത് ചെറിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ സമയമുള്ളപ്പോൾ എല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. സമയമില്ലാത്തവർക്ക് 15 മിനിറ്റ് രാവിലെ, 15 മിനിറ്റ് ഉച്ചയ്ക്ക്, 15 മിനിറ്റ് വൈകുന്നേരം, നിങ്ങൾ എപ്പോഴെങ്കിലും ടി വി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ മുദ്ര പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബാക്ക് പെയിനിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, നിങ്ങളുടെ ബാക്ക് പെയിൻ മാറുന്നതാണ്. 45 മിനിറ്റ് വെച്ചാണ് ഓരോ മുദ്രയും ചെയ്യേണ്ടത്. അതെല്ലാം നമ്മുടെ സമയത്തിനനുസരിച്ച് 15 മിനിറ്റ് രാവിലെ, 15 മിനിറ്റ് ഉച്ചയ്ക്ക്, 15 മിനിറ്റ് രാത്രിയിൽ, എപ്പോഴെങ്കിലും 3 തവണയായിട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 15 മിനിറ്റ് വെച്ച് ചെയ്യുമ്പോൾ പ്രാണമുദ്ര 5 മിനിറ്റ് വെച്ച് ചെയ്യേണ്ടതാണ്. ഓരോ 15 മിനിറ്റ് ബാക്കി മുദ്ര ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പ്രാണമുദ്ര 5 മിനിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയാകും. മൂന്ന് തവണയായി ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ്സ് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക.
നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായി. ഇറ്റ്സ് മീ ജീവൻ സൈനിങ് ഓഫ്.